അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തനത്തര പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ്: മിൻ സമറത്തിൻ, മിൻ ഹൈസു, മിൻ ബഅദി. ശരിയുത്തരം മിൻ ബഅദി. സാക്കിനായ നൂനിനെ എപ്പോഴാണ് ഇഖ്ലാബ് ചെയ്യുക? സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് ചെയ്യും. ഇവിടെ നോക്കൂ, ബാ വന്നിരിക്കുന്നു, മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തത്, ചേർത്തി ഓതലാണ് നല്ലതെന്ന് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻസ്: ഖില, സില, സീൻ. ചേർത്തി ഓതലാണ് നല്ലതെന്ന് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ സില. 3. സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ്: ഫഹും മുസ്ലിമൂൻ, ഫഹും ഫീഹി, ഫഹും ബിഹി. ശരിയുത്തരം ഫഹും ഫീഹി. ഫഹും മുസ്ലിമൂൻ എന്നത് സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണമാണ്. ഫഹും ബിഹി സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണമാണ്. ഇനി നാലാമത്തത്, ലൈലൻ തവീല എന്നതിലെ തൻവീനിനെ ഓപ്ഷൻസ്: ഇഖ്ഫാ ചെയ്യണം, ഇദ്ഗാം ചെയ്യണം, ഇൽഹാർ ചെയ്യണം. ശരിയുത്തരം ഇഖ്ഫാ ചെയ്യണം. കാരണം തൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായ ത്വാ വന്നിരിക്കുന്നു. അഞ്ചാമത്തത്, ഇഖ്ലാബ് ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. ഓപ്ഷൻസ്: മീം, സീൻ, ജീം. ശരിയുത്തരം മീം. 6. സുക്കൂനുള്ള മീമിന് ശേഷം മീം വന്നാൽ ഓപ്ഷൻസ്: ഇദ്ഗാം ചെയ്യണം, ഇൽഹാർ ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. ശരിയുത്തരം ഇദ്ഗാം ചെയ്യണം. 7. തൻവീനിന് ശേഷം ഈ അക്ഷരം വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന ചെയ്യണം. ഓപ്ഷൻസ്: ലാമ്, കാഫ്, മീം. നമുക്കറിയാം, തൻവീനിന് ശേഷം ലാമ് അല്ലെങ്കിൽ റാ ഈ 2 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാഗുന ചെയ്യും. നമുക്കിവിടെ ഓപ്ഷനിൽ ലാമ്, കാഫ്, മീം കൊടുത്തിരിക്കുന്നു. കാഫ് വന്നാൽ എന്ത് ചെയ്യും? ഇഖ്ഫാ ചെയ്യും. മീം വന്നാൽ എന്ത് ചെയ്യും? ഇദ്ഗാമും ബിഗുന്ന. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ലാം. 8. ദുനിയ എന്നതിലെ നൂനിനെ ഓപ്ഷൻസ്: ഇദ്ഗാം ചെയ്യണം, വെളിവാക്കണം, മറച്ചു പറയണം. ശരിയുത്തരം വെളിവാക്കണം. 9. തൻവീനിനെ ഇഖ്ഫാ ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ്: ജന്നാത്തുൻ തജ്രി, വജന്നത്തിൻ അർളുഹാ, ജന്നത്തിൻ ബിറബ്വ. ശരിയുത്തരം ജന്നാത്തുൻ തജ്രി. ഇവിടെയാണ് തൻവീനിന് ശേഷം താ വന്നിരിക്കുന്നത്. തൻവീനിന് ശേഷം താ വന്നാൽ ഇഖ്ഫാ. ബാക്കിയുള്ള 2 ഉദാഹരണങ്ങൾ നോക്കൂ. തൻവീനിന് ശേഷം ഐൻ വന്നിരിക്കുന്നു, വെളിവാക്കണം, അതായത് ഇൽഹാർ ചെയ്യണം. അടുത്ത ഓപ്ഷൻ ജന്നത്തിൻ ബിറബ്വ. ഇവിടെ തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു, വിധി ഇഖ്ലാബാണ്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ജന്നാത്തുൻ തജ്രി. 10. സാക്കിനായ മീമിനെ
ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം. ഓപ്ഷൻസ്: ഹും ഖാമിദൂൻ, അത്അമഹും മിൻ ജൂ. അടുത്തത് അർജുലുഹും ബിമാ. ശരിയായ ഉത്തരം അത്അമഹും മിൻ ജൂ. ഇവിടെയാണ് സാക്കിനായ മീമിനു ശേഷം മീം വന്നിരിക്കുന്നത്. സാക്കിനായ മീമിനു ശേഷം മീം വന്നാൽ വിധി ഇദ്ഗാമാണ്. ഒന്നാമത്തെ ഓപ്ഷനിൽ നാം മീമിനെ ഇൽഹാറാണ് ചെയ്തത്. അവസാനത്തെ ഓപ്ഷനിൽ മീമിനെ ഇഖ്ഫ ആണ് ചെയ്തത്. അടുത്ത പ്രവർത്തനം ചേരും പടി ചേർക്കുക. 11 കുഫുവൻ അഹദ്. 12 ഷജറത്തിൻ മുബാറക. 13 ഹയ്യത്തുൻ തസ്ആ. 14 സമീഉം ബസീർ. ഇപ്പുറത്ത് നോക്കൂ. എ തൻവീനിനെ ഇഖ്ലാബ് ചെയ്തു. ബി തൻവീനിനെ ഇഖ്ഫാ ചെയ്തു. സി തൻവീനിനെ ഇദ്ഗാമും ബിഗുന്ന ചെയ്തു. ഡി തൻവീനിനെ ഇൽഹാർ ചെയ്തു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11 കുഫുവൻ അഹദ്. തൻവീനിനു ശേഷം ഹംസ വന്നിരിക്കുന്നു. ശരി ഉത്തരം ഡി, തൻവീനിനെ ഇൽഹാർ ചെയ്തു. 12 ഷജറത്തിൻ മുബാറക. ഇവിടെ തൻവീനിനു ശേഷം മീം വന്നിരിക്കുന്നു. ശരി ഉത്തരം സി, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. 13 ഹയ്യത്തുൻ തസ്ആ. ശരി ഉത്തരം ബി, തൻവീനിനെ ഇഖ്ഫാ ചെയ്തു. കാരണം അവിടെ തൻവീനിനു ശേഷം താ വന്നിരിക്കുന്നു. 14 സമീഉം ബസീർ. ഇവിടെ തൻവീനിനു ശേഷം ബാ വന്നിരിക്കുന്നു. ശരി ഉത്തരം എ, തൻവീനിനെ ഇഖ്ലാബ് ചെയ്തു. ഡി, സി, ബി, എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 15 സക്ത് എന്നാൽ ശ്വാസം ഡാഷ് അല്പം അടക്കലാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വിടാതെ. സക്ത് എന്നാൽ ശ്വാസം വിടാതെ അല്പം അടക്കലാണ്. 16 സാക്കിനായ മീമിനു ശേഷം ഫാ വന്നാൽ മീമിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇൽഹാർ. സാക്കിനായ മീമിനു ശേഷം ഫാ വന്നാൽ മീമിനെ ഇൽഹാർ ചെയ്ത് ഓതണം. 17 സാക്കിനായ നൂനിനു ശേഷം സ്വാദ് വന്നാൽ നൂനിനെ ഡാഷ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. സാക്കിനായ നൂനിനു ശേഷം സ്വാദ് വന്നാൽ നൂനിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. 18 തൻവീനിൻ്റെ ശേഷം ഡാഷ് വന്നാൽ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബാ. തൻവീനിൻ്റെ ശേഷം ബാ വന്നാൽ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് ഓതണം. 19 സാക്കിനായ മീമിന് ഡാഷ് വിധികളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 3. സാക്കിനായ മീമിന് 3 വിധികളുണ്ട്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20 ബുൻയാനുൻ എന്നതിലെ നൂനിനെ ഇൽഹാർ ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. 21 തൻവീനിനു ശേഷം ഏത് അക്ഷരങ്ങൾ വന്നാലാണ് ഇദ്ഗാമു ബിലാഗുന്ന ചെയ്യേണ്ടത്? ഉത്തരം ലാമ്, റാ. 22 അമ്പത്തക്കും എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി എന്ത്? അവിടെ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നിരിക്കുന്നു. വിധി ഇഖ്ലാബാണ്. 23 മാ സജ്ജാജ എന്നതിലെ തൻവീനിനെ എന്ത് ചെയ്യണം? അവിടെ തൻവീനിനു ശേഷം സാ വന്നിരിക്കുന്നു. വിധി ഇഖ്ഫാ ആണ്. ഉത്തരം ഇഖ്ഫാ. 24 മിൻ ലോരീൽ എന്നതിലെ സാക്കിനായ നൂനിൻ്റെ വിധി എന്ത്? ഉത്തരം ഇഖ്ഫാ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 25 ഖിൻവാനുൻ എന്നതിലെ സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യരുത്. കാരണം? ഉത്തരം സാക്കിനായ നൂനും ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നതിനാൽ. 26 ഇഖ്ലാബ് എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി ഗുന്നത്ത് ചെയ്ത് ഓതണം. ഇതാണ് ഇഖ്ലാബ്. 27 മിർ റബ്ബിഹിം എന്നതിൽ നൂനിനെ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. കാരണം? ഉത്തരം സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാമു ബിലാ ഗുന്നയുടെ ഹർഫായ റാ വന്നിരിക്കുന്നു. അതിനാൽ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. 28 സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം. എപ്പോൾ?
ഉത്തരം സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29. അൽ ഹംസത്തു ബഅദ സുക്കൂൻ, സുക്കൂനിന് ശേഷമുള്ള ഹംസ. അപ്പം നോക്കൂ, സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ഷദ്ദ് വരികയും ചെയ്യും. ഇത് വലിയ തെറ്റാണ്. അതിനാൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ ഹംസകളെയും ശ്രദ്ധിച്ച് ഓതണം. താഴെയുള്ള ആയത്തുകളിൽ അടിവരയിട്ട ഭാഗം ശ്രദ്ധിച്ച് ഓതുക. ഇലൽ ഇബിലി വഫിൽ ആഖിറത്തി വലൽ ആഖിറത്തു മിനൽ ഊല വഹാദൽ ബലദിൽ അമീൻ ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.